ഓർഡർ. റൂൾ 50. നടപടികൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപം. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ശമ്പള പരിഷ്കരണ കുടിശ്ശിക, ക്ഷാമബത്ത കുടിശ്ശിക, ലീവ് സറണ്ടർ തുടങ്ങിയ ആനുകൂല്യങ്ങൾ നൽകാത്തതായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാത്തതായും പറയപ്പെടുന്ന സാഹചര്യം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ PC വിഷ്ണുനാഥ്, PK ബഷീർ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി. സർ, ഈ പ്രതിപക്ഷം ഇവിടെ അടിയന്തരപ്രമേയമായി കൊണ്ടുവന്ന ഈ വിഷയം വാസ്തവത്തിൽ കുറച്ച് വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ്. സർ, ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമബത്ത കുടിശ്ശികയും ലീവ് സറണ്ടർ അടക്കമുള്ള ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിലേറെയായിട്ട് നൽകുന്നില്ല എന്നുള്ള ആരോപണം തന്നെ അത് പൂർണ്ണമായും വസ്തുതാപരമല്ല. സർ, ഇത്തരം ഡിമാൻഡുകൾ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. എല്ലാ സംഘടനകളും അത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിനകത്ത് ജീവനക്കാരുടെ സംഘടനകൾ ആ കാര്യം ഉന്നയിക്കുന്നതിനോടൊന്നും ഒരു പ്രതികാര മനോഭാവവും സർക്കാരിനില്ല. പക്ഷേ ഇത് പഴയ ചരിത്രവും നടന്ന കാര്യങ്ങളും നോക്കി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നു വരുന്നതെന്നും ചെയ്യുന്നു എന്നുള്ള കാര്യത്തിനകത്ത് ഉത്തരവാദിത്തപൂർവ്വം ഒരു നിലപാടെടുക്കേണ്ടതാണ് പ്രതിപക്ഷം എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത്. സർ, ഈ സമയത്ത് സർക്കാർ ജീവനക്കാരുടെ ഈ വിഷയം സംബന്ധിച്ച് തന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് കേരളത്തിലെ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ? സർ, ഇന്ത്യയിലെ ഏതെങ്കിലും ഗവൺമെൻറ്റുകൾ, കോൺഗ്രസ് ഗവൺമെൻറ്റുകളടക്കം ചില ഗവൺമെൻറ്റുകളുണ്ടല്ലോ, അവർക്ക് അങ്ങോട്ട് നിലപാടുണ്ടോ? കേരളത്തിലെ നേരത്തെ ഉണ്ടായിരുന്ന UDF ഗവൺമെൻറ് സർക്കാർ ജീവനക്കാരെടുത്ത നിലപാട് ഇപ്പോഴത്തെ നിലപാടാണോ? ഇതൊന്നുമല്ല. അവർക്ക് സർക്കാർ ജീവനക്കാരോടുള്ള നിലപാട് പഴയ കാര്യങ്ങളും രേഖകളും നോക്കിക്കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാരുടെ സംവിധാനം തന്നെ ഇങ്ങനെ വേണ്ട എന്ന അഭിപ്രായവും അവർക്ക് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന കാര്യവും എടുത്തിട്ടുണ്ട്. സർ, ഇവിടെ ഈ സർക്കാർ വന്നതിന് ശേഷവും 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്തും കേരളത്തിലെ 5 ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും, ഇപ്പോൾ 10.4 ലക്ഷത്തോളം പേര് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എല്ലാം കൂടി വരും. അവരുടെ കാര്യത്തിനകത്ത് ഒരു വെട്ടിക്കുറവും വരുത്താത്ത തരത്തിലേക്കുള്ള സമീപനം എടുക്കുന്നത്. ഏകദേശം 40,000-40,000-ഓളം പോസ്റ്റ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൃത്യമായി PSC പോസ്റ്റുകൾ വെട്ടിക്കുറയ്ക്കാതെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. മറ്റൊരു സംസ്ഥാനത്തെക്കാളും വലിയ കൃത്യമായ സമീപനം എടുക്കുന്നുണ്ട്. നമ്മുടെ ശരാശരി ആളോഹരി സർക്കാർ ജീവനക്കാരുടെ കണക്കെടുത്താൽ കേരളമായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളോഹരി ജീവനക്കാർ ഉള്ളത്. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടും നമ്മളും കൂടെ നോക്കിയാൽ നമ്മുടെ പോപ്പുലേഷനേക്കാൾ എത്രയോ അധികം ഉണ്ട് അവർക്ക്. അവിടെയുള്ള സർക്കാർ ജീവനക്കാരുടെ അടുത്ത് സർക്കാർ ജീവനക്കാരുടെ നമ്പർ ഇവിടെ ഉണ്ട്. കാരണം എല്ലാ മേഖലയിലും ഇന്ത്യയിലാകെ ഇത് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. സർക്കാർ ജീവനക്കാരെ ആകെ ഇന്ത്യയിലാകെ അപ്പോയിൻ്റ് ചെയ്ത PSC അപ്പോയിൻമെൻറ്റിൽ കഴിഞ്ഞ വർഷത്തെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കിയ ഡേറ്റ അനുസരിച്ച് സർ, നമ്മളാണ് 60%-ലധികം ആളുകളെ ഇന്ത്യയിലാകെ അപ്പോയിൻ്റ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഈ കാര്യമായിട്ട് ഇതെടുക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് ഒരു ജീവനക്കാരുടെ കാര്യത്തിനകത്ത് ഏറ്റവും പ്രഥമ പരിഗണന കൊടുക്കുന്നതാണ് ഈ സർക്കാരിൻ്റെ സമീപനം. പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ് 10 ലക്ഷത്തോളം വേക്കൻസി ഫില്ല് ചെയ്യാതിട്ടിരിക്കുന്ന തരത്തിലാണ് അവരുടെ കേന്ദ്ര സർവീസ്. IAS പോസ്റ്റുകളായിട്ടുള്ള ഗവൺമെൻറ് ജോയിൻറ്റ് സെക്രട്ടറി മുതലുള്ള പോസ്റ്റുകളിൽ അവിടെ കോൺട്രാക്ട് അപ്പോയിൻമെൻ്റാണ്. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപിൻ്റെ യുഗം തുടങ്ങിയപ്പോൾ അവിടുത്തെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വലിയ പുറത്തുനിന്നുള്ള ആളുകളെ അപ്പോയിൻ്റ് ചെയ്യുന്നത് പോലെ ഉള്ള സംവിധാനം ഇന്ത്യയിൽ ടോപ്പ് സീനിയർ പോസ്റ്റുകളിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. സാർ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം കൂടെ 32 ലക്ഷത്തിലധികം വേക്കൻസിയാണ് സാർ കാലിയായി കിടക്കുന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ PSC വഴി അപ്പോയിൻ്റ് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ ഒരു വേക്കൻസിയും കാലിയായി കിടക്കുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് കേന്ദ്രം. സാർ, അതുകൊണ്ടാണ് എന്നിട്ടും നമ്മൾ ചെയ്യുന്നത്. സാർ, ഇവിടെ DA കുടിശ്ശികയുടെയും ശമ്പള പരിഷ്കരണത്തിൻ്റെയും പങ്കാളിത്ത പെൻഷൻ്റെയും മെഡിസപ്പിൻ്റെ അടക്കമുള്ള കാര്യങ്ങളാണല്ലോ സാർ പറയുന്നത്. സാർ, റൂൾ 300 കഴിഞ്ഞ സമ്മേളന കാലത്ത്, കഴിഞ്ഞ വർഷം നമ്മുടെ ഈ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സർക്കാരിൻ്റെ പൊതുസമീപനം സംബന്ധിച്ച് റൂൾ 300 സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചിരുന്നു. സാർ, അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡിലുണ്ടല്ലോ സാർ. ഇത് ഞങ്ങൾ നിരന്തരം പറയുന്നതാണ്. അതിനകത്ത് പൊതുവിലുള്ള സ്ഥിതി പറഞ്ഞിട്ട് സർക്കാർ ജീവനക്കാരുടെ മേഖലയിലുള്ള കാര്യം പറഞ്ഞു. സാർ, 2 DA ഈ വർഷം കൊടുക്കുമെന്ന് പറഞ്ഞു. അടുത്ത വർഷം 2 DA കൊടുക്കുമെന്ന് പറഞ്ഞു. മറ്റാനുകൂല്യങ്ങൾ തുടർന്ന് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ആ 2 DAയും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്ത് ഏകദേശം 5000-ഓളം കോടി രൂപയുടെ അധികമായ DA ഈ വർഷത്തെ സ്പെൻഡിൽ തന്നെ വരുന്ന തരത്തിലേക്ക് സർക്കാർ ജീവനക്കാർക്ക് വന്നിട്ടുണ്ട്. സാർ, ഇതിനകത്ത് അടുത്ത വർഷവും ആ DA കൊടുക്കും എന്ന് മാത്രമല്ല
സാർ, ഈ സർക്കാർ ഒരിക്കലും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ പോകുന്നൊരു സർക്കാരല്ല. ഇടതുപക്ഷ സർക്കാർ അങ്ങനെ തന്നെ ചെയ്യുന്നു. ഇവിടെ പറഞ്ഞു സറണ്ടറിൻ്റെ കാര്യത്തിൽ സറണ്ടർ കൊടുക്കുന്നില്ല. സറണ്ടർ കൊടുക്കുന്നുണ്ട്. കുറച്ച് പേരുടെ ഉയർന്ന വരുമാനക്കാർക്ക് നമ്മുടെ PF-ൽ ക്രെഡിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അല്ലാതെ ഉള്ള ആളുകൾക്ക് അല്ലാതെ തന്നെ ക്യാഷ് എടുത്തു പോകുന്ന തരത്തിലേക്കാണ് സറണ്ടർ കൊടുക്കുന്നത്. സറണ്ടർ ഇന്ത്യയിലാകെ അപൂർവ സ്ഥലത്തേ ഉള്ളൂ. 30 ദിവസത്തെ സറണ്ടർ കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ 2-3 സംസ്ഥാനങ്ങൾ മാത്രമേ ഈ സറണ്ടർ സംവിധാനം ഉള്ളൂ സാർ. അപ്പോൾ അത് കൊടുക്കുന്ന സംസ്ഥാനമാണ്. അത് പണ്ട് പിൻവലിച്ചത് ആരാണെന്നുള്ളത് നമുക്കറിയാം. UDF-ൻ്റെ സമയത്ത് അത് പിൻവലിച്ചതാണ് സാർ. സാർ, ഇങ്ങനെ സറണ്ടറിൻ്റെ കാര്യത്തിനകത്ത് പറയുന്ന കാര്യങ്ങളില്ല. പെൻഷൻകാരുടെ ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും വന്നപ്പം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 4 ഗഡുവായിട്ടാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. അതിനകത്ത് 1 ഗഡു കൊടുക്കാൻ ഉണ്ട്. അത് ഈ വർഷം സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റൂൾ 300 തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സഭയുടെ മുന്നിൽ പറഞ്ഞതാണ്. ആ റൂൾ 300 അനുസരിച്ച് പറഞ്ഞതനുസരിച്ചിട്ട് പെൻഷൻകാരുടെ 1 കുടിശ്ശിക ഏകദേശം 600 കോടി രൂപ വരും. അത് ഈ വർഷം തന്നെ കൊടുക്കുമെന്നുള്ളത് അന്ന് പറഞ്ഞതാണ്. അത് പറഞ്ഞ കാര്യം നടപ്പിലാക്കുക എന്നുള്ളത് ചെയ്യും. അല്ലാതെ അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. അത് കൃത്യമായി കൊടുക്കും സാർ. സാർ, DAയുടെ കാര്യത്തിലുൾപ്പെടെ ഈ കാര്യങ്ങൾ നേരത്തെയും ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പലപ്പോഴും. ഇപ്പോൾ 22%-ലധികം DA കുടിശ്ശിക വരുത്തിയിട്ടുള്ള കരുണാകരൻ ഗവൺമെൻറ് കാലം മുതലുള്ള കണക്കുകളെല്ലാം ഞാൻ പറയുന്നില്ല. ഞാൻ ഇപ്പോൾ ആ കണക്കുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സാർ, ഒരു കാര്യം ഞാൻ പറയും സാർ, 1-ാം പിണറായി സർക്കാർ ധാരാളം ജനക്ഷേമകരമായ തീരുമാനങ്ങളും ജീവനക്കാർക്ക് അനുകൂലമായ തീരുമാനമെടുത്തു. കോവിഡ് സമയത്ത് ഒരൊറ്റ സംസ്ഥാനത്തെ ശമ്പളവും പെൻഷനും പരിഷ്കരിച്ചുള്ളൂ സാർ. കേന്ദ്ര ഗവൺമെൻറ് തന്നെ 3 DA കൊടുക്കാതെ ഫ്രീസ് ചെയ്ത് കൊടുക്കാതിരുന്നപ്പോൾ സംസ്ഥാനത്ത് കൊടുത്തു എന്ന് മാത്രമല്ല ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. സാർ, 20,000-ലധികം കോടി രൂപയാണ് സാർ ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് അധിക ബാധ്യത വന്നത്. DA 16% DA അന്ന് ഒരുമിച്ച് ലയിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉള്ള, അതായത് ഒരുമിച്ച് ശമ്പളത്തിൽ ലയിപ്പിക്കുകയായിരുന്നു ശമ്പള കമ്മീഷൻ്റെ ഭാഗമായിട്ട്. അതെല്ലാം ഈ സർക്കാർ കൊടുത്താണ് സാർ. 2-ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് സംസ്ഥാനത്ത് ഇതെല്ലാം കൊടുത്തത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം. അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ലേഖനം എൻ്റെ കയ്യിലുണ്ട്. 15% ശമ്പളം വെട്ടിക്കുറയ്ക്കണം എന്നുള്ള ലേഖനം എൻ്റെ അടുത്തുണ്ട്. അത് തൽക്കാലം ഫ്രീസ് ചെയ്യണം. ഞാൻ അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞ ലേഖനത്തെ ഒന്നും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ UDF-ൻ്റെ സമീപനം അതാണ് സാർ. ഈ സർക്കാർ വന്നതുകൊണ്ടാണ് ആ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. അല്ലെങ്കിൽ ഒരു ധവളപത്രം ഇറക്കി മുമ്പ് ചെയ്തതുപോലെ ഇതൊക്കെ നിർത്താൻ തീരുമാനിച്ചിരുന്ന ആളുകളെടുത്താണ് 2-ാം പിണറായി സർക്കാർ വന്നതുകൊണ്ട് ഇതെല്ലാം കൊടുത്തത്. സാർ, 1,13,000 കോടിയാണ് സാർ 1-ാം ഗവൺമെൻറ് കാലത്ത് ഏറ്റവും വലിയ സാമ്പത്തിക ചെലവ് വന്ന ആ സമയത്ത് നടപ്പിലാക്കിയത്. 2-ാം സർക്കാർ വന്നപ്പോൾ 1,60,000 കോടി ചിലവാക്കുന്നുണ്ട് സാർ. വലിയ തോതിൽ വെട്ടിക്കുറവ് വന്നിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു സർക്കാരാണ്. അതുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും അടിസ്ഥാനമില്ല സാർ. ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കാലോചിതമായി കൊടുക്കും. അതിനനുസരിച്ചിട്ട് ഓരോ സമയത്ത് എടുക്കും. ഇപ്പം പറഞ്ഞ റൂൾ 300 പറഞ്ഞ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. പെൻഷൻകാരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. മറ്റ് ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനകത്ത് വ്യത്യസ്തമായൊരു സമീപനം, പുതിയൊരു നയം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജീവനക്കാരെ ആശങ്കപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. രാഷ്ട്രീയമായിട്ട് ഇതിനെ എതിർക്കുന്ന കാര്യമുണ്ടാവും. ജീവനക്കാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനകത്ത് ഒരു എതിർപ്പും ഞങ്ങളെ സംബന്ധിച്ചില്ല. അവർക്കത് ഉന്നയിക്കാം, അതിനൊന്നും ഒരു എതിർപ്പുമില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഈ കാര്യങ്ങളെ കണ്ടിട്ട് ഈ ഒരു അടിയന്തര പ്രമേയത്തിൽ കൂടി കൊണ്ടുവന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ആയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അടിയന്തര പ്രമേയം അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് സാർ. ശ്രീ പി സി വിഷ്ണുനാഥ് ഞാൻ പറയാം. ശ്രീ പി സി വിഷ്ണുനാഥ് സർ, കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സെറ്റോ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഇവിടെ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത്. സാർ, കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഉയർന്ന ശമ്പളം കൈപ്പറ്റുന്നവർ. അതിൽ ഭൂരിഭാഗം പേരും വരുമാനക്കാരും മധ്യവർഗ ജീവിതം നയിക്കുന്നവരുമാണ്. ഉയർന്ന ജീവിത ചെലവ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആശ്രിതരുടെ സംരക്ഷണം, ഇവയ്ക്കിടയിൽ ഓരോ മാസവും കൂട്ടിയും കിഴിച്ചും ഞെരുങ്ങി ജീവിക്കുന്നവരാണ് സാർ സർക്കാർ ജീവനക്കാരിൽ 90% പേരും. സാർ, അവരുടെ അർഹതപ്പെട്ട അവകാശങ്ങളാണ്, ആനുകൂല്യങ്ങളാണ് ഈ സർക്കാർ നിഷേധിക്കുന്നത്. വിവിധ ആനുകൂല്യങ്ങളായി ഏതാണ്ട് 64,923 കോടി രൂപയാണ് സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നത്. സാറ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷാമബത്തയാണ്. ആകെ കവർന്നത് ഏതാണ്ട് 1,76,830 മുതൽ ശരാശരിയാണ് സാർ 12,83,304 രൂപ വരെ ഈ ഇനത്തിൽ കവർന്നിട്ടുണ്ട്. 19% വരുന്ന 6 ഗഡു DA ജീവനക്കാർക്ക് കുടിശ്ശികയാണ്. അതിൽ പ്രോവിഡന്റ് ഫണ്ടിലെ ലോക്കിൻ കാലം കഴിഞ്ഞിട്ടും പിൻവലിക്കൽ തടഞ്ഞ 1/1/2019 മുതലുള്ള 3% DAയുടെ 26 മാസം,
1/7/2019 മുതലുള്ള 5% DAയുടെ 20 മാസം, 1/1/20 മുതലുള്ള 4% DAയുടെ 14 മാസം, 1/7/20 മുതലുള്ള 4% DAയുടെ 8 മാസം എന്നിങ്ങനെ 68 മാസത്തെ കുടിശ്ശിക അന്യമായിരിക്കുകയാണ്. ഏതാണ്ട് ശരാശരിയാണ് നഷ്ടം 43,890 മുതൽ 3,19,200 രൂപ വരെയാണ് സാർ ഒരു ശരാശരി ജീവനക്കാർക്ക് നഷ്ടമായത്. ഇനി രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച 1/1/21 1/7/21 മുതലുള്ള DAയുടെ 39 മാസം വീതമുള്ള കുടിശ്ശിക നിഷേധിക്കപ്പെട്ടതിലൂടെ വീണ്ടും 78 മാസത്തെ നഷ്ടവും സർക്കാർ ജീവനക്കാർക്ക് ഉണ്ടായിരിക്കുകയാണ്. സാർ ഈ 1975 ജീവനക്കാർ സമരം ചെയ്ത് നേടിയെടുത്ത ഈ അവകാശത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഈ രൂപത്തിൽ DA അനുവദിക്കുന്നത്. സാർ അതുകൊണ്ട് തന്നെ ഇപ്പം മുൻകാല പ്രാബല്യമില്ല, കേന്ദ്ര DAയുടെ റഫറൻസ് ഇല്ലാതെ ഉത്തരവിറങ്ങുന്നു. അതുമൂലം ഇവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പിന്നെ അതിൻ്റെ കണക്കുകൾ ഞാൻ കൃത്യമായി ഡീറ്റെയിൽഡായി പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല, അത് ഇവിടെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാർ ലീവ് സറണ്ടർ 5 വർഷമായി തടഞ്ഞു വച്ചിരിക്കുകയാണ്. സാർ അത് ശരാശരി ഒരു ജീവനക്കാരന് 4,55,000 രൂപ വരെ ലഭിക്കേണ്ടതായിരുന്നു. സാർ ഈ സർക്കാർ ജീവനക്കാരൊക്കെ ഈ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പെട്ടെന്ന് ചിലവ് വരും. സ്കൂള് കുട്ടികൾക്ക് യൂണിഫോം വാങ്ങണം, പുസ്തകം വാങ്ങണം, സ്കൂൾ ഫീസ് കൊടുക്കണം. ഇതൊക്കെ ലീവ് സറണ്ടർ എടുത്തിട്ടാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്കതെല്ലാം നഷ്ടമാകുന്ന സാഹചര്യമാണ്. പറയാതെ അദ്ദേഹം വ്യംഗ്യമായി AK ആന്റണിയുടെ കാര്യം സൂചിപ്പിച്ചു. AK ആന്റണിയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളതുള്ളൂ. സാർ AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് താൽക്കാലികമായി 20 ദിവസത്തെ ലീവ് സറണ്ടർ തടഞ്ഞു വെച്ചപ്പോൾ NGO അസോസിയേഷൻ അടക്കമുള്ള UDF സംഘടനകൾ 32 ദിവസം ഈ സംസ്ഥാനത്ത് സമരം ചെയ്തു. സാർ പിന്നീട് ആനുകൂല്യങ്ങൾ അവർക്ക് തിരിച്ചു കൊടുത്തു. സാറ് ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന നിങ്ങൾ അന്ന് AK ആന്റണിക്കെതിരെ 20 ദിവസം താൽക്കാലികമായി ലീവ് സറണ്ടർ മാറ്റിവെച്ചപ്പോൾ സമരം ചെയ്തവരാണ് 5 കൊല്ലമായി ലീവ് സറണ്ടർ നിഷേധിച്ചതിനെ ന്യായീകരിക്കുന്നത്. 5 കൊല്ലമായി ലീവ് സറണ്ടർ നിഷേധിച്ചതിനെ അവരുടെ ആ 5 പൂർണ്ണ ശമ്പളം 5 മാസത്തെ പൂർണ്ണ ശമ്പളം നിഷേധിച്ചതിനെ നിങ്ങൾ ഇന്നിവിടെ നിന്ന് ന്യായീകരിക്കുകയാണ്. സാറ് ഈ കിട്ടുന്ന കാശൊന്നും കൊണ്ട് ഇവർ വിദേശ ബാങ്കിൽ നിക്ഷേപിക്കില്ല. ഈ ജീവനക്കാർ നേരെ ഇതുമായിട്ട് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പം മാർക്കറ്റിൽ ഇവരുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കുമ്പോൾ മാർക്കറ്റ് സജീവമാകും, സംസ്ഥാനത്തിൻ്റെ എക്കണോമി സജീവമാകും. 18% GST വെച്ച് ധനകാര്യ വകുപ്പിന് ഇങ്ങോട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ ആ എക്കോണമിയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സാർ അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യം അങ്ങ് ഇവിടെ പറഞ്ഞു. സാർ ശമ്പള പരിഷ്കരണത്തിൻ്റെ അരിയർ ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല, അത് മാറ്റിവെച്ചിരിക്കുകയാണ്. സാറ് മുഖ്യമന്ത്രി പറഞ്ഞു അത് കൃത്യസമയത്ത് കൊടുക്കുമെന്ന്. സാറ് ഈ ജൂലൈ 2024 ആ കൃത്യസമയം. 1/7/2024 ശമ്പള പരിഷ്കരണത്തിൻ്റെ പുതുക്കിയ ആനുകൂല്യം കിട്ടേണ്ടതാണ്. 6 മാസം കഴിഞ്ഞു കിട്ടേണ്ടത്. എന്നിട്ട് പറയാണ് കൃത്യസമയം കഴിഞ്ഞ് 6 മാസമായിട്ട് കൃത്യസമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞത്. മത്തായി ചേട്ടൻ അരമണിക്കൂർ മുമ്പേ ഇറങ്ങാമെന്ന് റാംജി റാവു സ്പീക്കിങ്ങിൽ പറഞ്ഞതുപോലെയാണ്. സാർ ഇതിൻ്റെ കാലം കഴിഞ്ഞിട്ട് 6 മാസമായി, ഇനി കൃത്യസമയത്ത് കൊടുക്കും എന്ന് പറയുന്നത് ആരെ കബളിപ്പിക്കാനാണ്? സാർ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 1/7/2014 ശമ്പള പരിഷ്കരണത്തിൻ്റെത് വരേണ്ടത്. അതിന് 8 മാസം മുമ്പ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയോഗിച്ചു. സാർ ഇവിടെ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാലാവധി ജൂലൈ മാസം 2024 കഴിഞ്ഞിട്ടും ഇതുവരെ ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മീഷനെ പോലും നിയമിക്കാതിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു സമരത്തിനെ എന്തിനാണ് സാർ മന്ത്രി ഇത്രമേൽ അധിക്ഷേപിക്കുന്നത്, ഇത്രമേൽ പരിഹസിക്കുന്നത്? സാർ ഇവിടെ മെഡിസപ്പ് വന്നു, ഞാൻ ഈ സബ്മിഷനായിട്ട് ഇവിടെ ഉന്നയിച്ചതാണ്. സാറ് അതുകൊണ്ട് ജീവനക്കാർക്ക് അപമാനമല്ലാതെ എന്തെങ്കിലും പ്രയോജനമുണ്ട്? സാർ ഡീറ്റെയിൽഡായിട്ട് ഒരു തവണ സബ്മിഷനിൽ പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. സാർ ഒരു 2 പേര് ഉണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും ജീവനക്കാരാണെങ്കിൽ 1000 രൂപ പിടിക്കും, ഒരാളുടെ ക്ലെയിമേ പറ്റുള്ളൂ. ഇനി അവിടെ ചെന്നാലോ ആ ഓറിയന്റൽ ഇൻഷുറൻസുകാർ ആ കാശ് കൊടുക്കത്തുമില്ല. ഇത് ഒരു പ്രയോജനമില്ലാത്ത ഒരു മെഡിസപ്പ് ഈ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. സാർ സമരം ചെയ്യുന്നവരുടെ ഒരു ആനുകൂല്യം സർക്കാർ പങ്കാളിത്തത്തിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പിലാക്കണമെന്നുള്ളതാണ്. സാർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ജീവനക്കാർ സമരം ചെയ്യുന്നത്. സാറ് അവരുടെ സമരത്തിൻ്റെ നോട്ടീസ് ഞാൻ വായിക്കാം. സാർ വിലക്കയറ്റത്തിന് ആനുപാതികമായി ജീവനക്കാർ അർഹതപ്പെട്ട 19% ക്ഷാമബത്ത കുടിശ്ശികയായിരിക്കുന്നു. ശമ്പള പരിഷ്കരണത്തിൻ്റെ തീയതി കഴിഞ്ഞിട്ടും കമ്മീഷനെ നിയമിക്കാൻ തയ്യാറാകുന്നില്ല. ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുക മാത്രമല്ല
സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന ഉത്തരവാദിത്തം സർക്കാർ ജീവനക്കാരാണെന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന ഈ നോട്ടീസ് ജോയിന്റ് കൗൺസിലിൻ്റെതാണ് സാർ. CPI MLA-മാര് എന്നോട് വിയോജിക്കത്തില്ലല്ലോ. അവരിൽ പലരും ജോയിന്റ് കൗൺസിലിന്റെ സമരവുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ പോയി പ്രസംഗിച്ചുള്ളവരല്ലേ, രാപ്പകൽ സമരത്തിൽ പോയി പങ്കെടുത്തിട്ടുള്ളവരല്ലേ സാർ. ഇത് ഇവിടെ ജീവനക്കാരെ ഇടതുപക്ഷ സർക്കാർ വഞ്ചിക്കുന്നു എന്ന് ജോയിന്റ് കൗൺസിൽ ഇറക്കിയ നോട്ടീസാണ് സാർ. നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ നിയോജക മണ്ഡലമായ നെടുമങ്ങാട് ഇന്നലെ സമരത്തിന്റെ പ്രചരണം നടത്തിയ ജോയിന്റ് കൗൺസിൽ CPI-കാരെ NGO യൂണിയൻകാർ ആക്രമിച്ചു സാർ. കൊല്ലത്ത് സിവിൽ സ്റ്റേഷനിൽ NGO അസോസിയേഷൻകാരെ NGO യൂണിയൻകാർ ആക്രമിച്ചു സാർ. സാറ് ലീവ് സറണ്ടർ കിട്ടുന്നില്ലെങ്കിലും ക്ഷാമബത്ത കിട്ടുന്നില്ലെങ്കിലും ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിലും ജീവനക്കാർക്കെല്ലാം മുടങ്ങാതെ കിട്ടുന്ന ഒന്നുണ്ട് സാർ. അത് ദേശാഭിമാനിയാണ്, നിർബന്ധമായിട്ട് എടുപ്പിക്കുന്നുണ്ട് അവരെ കൊണ്ട് സാർ. ഇവിടെ ഈ ജീവനക്കാർക്ക് ഇത് മാത്രമാണോ സാർ? സാർ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അങ്ങ് അറിയാൻ വേണ്ടിയിട്ട് സർവീസ് വെയിറ്റേജ് UDF കാലത്ത് കിട്ടിയിരുന്നു, LDF വന്നു, എല്ലാം ശരിയായി, അത് എടുത്തു കളഞ്ഞു. HBA ഹൗസ് ബിൽഡിംഗ് അലവൻസ് UDF-ന്റെ കാലത്തുണ്ടായിരുന്നു, LDF വന്നു, എല്ലാം ശരിയായി, അതും എടുത്തു കളഞ്ഞു. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് UDF-ന്റെ കാലത്തുണ്ടായിരുന്നു, LDF വന്നു, എല്ലാം ശരിയായി, അതും എടുത്തു കളഞ്ഞു. സാറ്, ഒരു ഓഫീസ് അറ്റൻഡ് OAക്ക് ഒരു ദിവസത്തെ ശമ്പളം ശരാശരി ഞാൻ കൂട്ടി പറഞ്ഞതാണ് ഒരു 825 രൂപ, LD ക്ലാർക്കിന് 905 രൂപ. സാർ, അതിൽ പങ്കാളിത്ത പെൻഷൻ്റെ 10% പിടിക്കും, പ്രൊവിഡന്റ് ഫണ്ട് മാൻഡേറ്ററി 6% പിടിക്കും, GIS പിടിക്കും, SLI പിടിക്കും, മെഡിസപ്പ് പിടിക്കും. HBA എടുത്തു കളഞ്ഞ കാരണം പുറത്ത് ഹൗസ് ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെത് പിടിക്കും, കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതും പിടിക്കും. ഇതെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ സാർ 1000 രൂപ പോലും വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകാൻ കഴിയാത്ത ജീവിതം നയിക്കുന്ന പാവപ്പെട്ട ജീവനക്കാരാണ് സാർ ഇന്ന് ഈ സമരം ചെയ്യുന്നത്. അവർ വരേണ്യ വർഗമാണ്, സമ്പന്ന വർഗമാണ് എന്നൊക്കെ ക്ലാസ് ഡിഫറൻസ് ഉണ്ടാക്കി ജനങ്ങളെ അവരെയും തമ്മിലടുപ്പിക്കരുത് സാർ. ഈ ഒരു കണ്ടിജൻസി സ്റ്റാഫ് ആയതിൻ്റെ പേരിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ അവനെ 400 രൂപയുള്ള ശമ്പളം, ലൈഫിൽ ഒരു വീട് പോലും കിട്ടത്തില്ല സാർ, കിട്ടത്തില്ല സാർ. അപ്പോൾ നമ്മളിതിനെ ആ മനുഷ്യത്വപരമായ അനുഭാവ സമീപനത്തോടു കൂടിയാണ് സാർ. സാർ, അവർ ഈ വിലക്കയറ്റ കാലത്ത് സമരം ചെയ്യുകയാണ്. വിലക്കയറ്റം എന്ന് പറയുമ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ബസ് ചാർജ് കൂട്ടി, നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിപ്പിച്ചു, ഈ ഓട്ടോറിക്ഷ ചാർജ് കൂട്ടി. ഈ വിലക്കയറ്റ കാലത്ത് സാർ ഇവർ എങ്ങനെ ജീവിക്കും സാർ? സാർ, ഞാൻ നിർത്തും, 2 മിനിറ്റ് കൊണ്ട് നിർത്തും, വിഷയമല്ലാതൊന്നും പറയുന്നില്ല സാർ. സാർ, ഇങ്ങനെയെല്ലാം പ്രയാസം അനുഭവിക്കുന്ന ഈ ലീവ് സറണ്ടർ ഇല്ലാതായിട്ട്, ഈ സർവീസ് വെയിറ്റേജ് ഇല്ലാതായിട്ട്, HBA ഇല്ലാതായിട്ട്, പിന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതായിട്ട് അവരെന്ത് ചെയ്യും സാർ? ഈ ഇല്ലാതായ ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ, വയലാർ എഴുതുമോ സാർ ഇതുപോലെ? സാറ് ഈ പാട്ടും പാടി ആ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവർ കൂട്ടക്കരച്ചിലായിരുന്നു സാർ. സാറ് പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന് പുനർനിയമനം കിട്ടി സാർ. ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും സാർ? സാർ, ഈ പെൻഷൻകാർക്ക് 40 മാസത്തെ DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യം 85,000 പെൻഷൻകാർ ഇത് കിട്ടാതെ മരിച്ചുപോയി സാർ. ഇനി ആർക്ക് വേണ്ടിയാണ് സാർ കാക്കുന്നത്? കൂടുതൽ ആളുകൾ മരിക്കാനാണോ സാർ? പോലീസ് ട്രെയിനിങ് കാലം സർവീസായി പരിഗണിക്കണം, പെൻഷൻ ആനുകൂല്യം നൽകണം, അവരുടെ ആവശ്യമാണ് സാർ. സാർ, അതുകൊണ്ട് ഈ ന്യായമായ ആവശ്യങ്ങളെ സമയബന്ധിതമായി പരിഷ്കരിച്ചുകൊണ്ട് സംതൃപ്തമായ ഒരു സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അതുപോലെ കേട്ട് അതിന് മറുപടി ഇല്ലാതെ അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടുവന്ന, അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയമായ കാര്യങ്ങൾ മാത്രമാണ് സാർ ഇവിടെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. സാർ, ഞാനിവിടെ പഴയ ചരിത്രമൊന്നും പറയുന്നില്ല, പക്ഷേ ഇവിടെ പറഞ്ഞപ്പോൾ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലത് പറയേണ്ടി വരുമല്ലോ. ശ്രീ ശങ്കരനാരായണൻ മന്ത്രി ശമ്പളം കൊടുത്തില്ലെങ്കിൽ തൂക്കിലിടില്ല എന്ന് പറഞ്ഞത് പഴയ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തെ പത്രക്കട്ടിങ്ങാണ്. ഇത് ശമ്പളം കൊടുത്തില്ലെങ്കിൽ തൂക്കിലിടില്ല എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. സാർ, ഇവിടെ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിനകത്ത് ഞാൻ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തിയതല്ല. അന്ന് അദ്ദേഹം അന്നത്തെ കോവിഡിൻ്റെയും പൊതു സാഹചര്യം എല്ലാം നോക്കിയിട്ടായിരിക്കും. 6/10/2020 മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതിയത് കേരള വികസനം അതിജീവിക്കാനും സുസ്ഥിരമാക്കാനും എന്ന കുറിപ്പിൽ
അദ്ദേഹം പറഞ്ഞത് മന്ത്രിമാരും ജീവനക്കാരും സ്വമേധയാ 23-24 വരെ 15% വരുമാനം നീക്കിവെച്ചതിൽ പങ്കുവഹിക്കുന്നത് നന്നായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശദമായ ലേഖനം, അതെല്ലാം ഞാൻ പറയുന്നില്ല. ഞാനത് അദ്ദേഹത്തിൻ്റെ ആ ലേഖനം അന്നത്തെ കോണ്ടെക്സ്റ്റിൽ തെറ്റാണെന്നും അല്ല പറയുന്നത്, പക്ഷേ അന്ന് പറഞ്ഞതാണ്. ശ്രീ എ കെ ആന്റണി പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു, അദ്ദേഹം തന്നെ പറഞ്ഞു, എ കെ ആന്റണി അന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് 2001 ധവളപത്രം ഇറക്കി അവർ പറഞ്ഞ കാര്യമുണ്ട്. ശ്രീ കെ കരുണാകരൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒക്കെ ഡി എ എത്ര ശതമാനം കൊടുക്കാതിരുന്നുണ്ട്? 22% വരെ ഡി എ കൊടുക്കാതിരുന്ന സമയമുണ്ട്. ഇതിൻ്റെ എല്ലാം ഡേറ്റയും ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട് സർ. അങ്ങനെ കൊടുക്കാതിരുന്നിട്ടുണ്ട്, വലിയ സമരം നടന്നിട്ടുണ്ട്, സറണ്ടർ സമ്പ്രദായം നിർത്തിവെച്ചു, ഇതെല്ലാം ചെയ്തതാണ് സർ. ഇന്ത്യയിൽ ഇപ്പോൾ ഈ കാര്യം നടക്കുന്നത് വളരെ അപൂർവം സ്ഥലങ്ങളിലേ ഉള്ളൂ. അതിനകത്ത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത് കേരളവും ആന്ധ്രയും തെലുങ്കാനയൊക്കെ. തെലുങ്കാനയിൽ ഇപ്പോൾ വന്നിട്ടില്ല. ഇങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളേ ഉള്ളൂ. കേന്ദ്രം 10 വർഷത്തിലൊരിക്കലാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി കൊടുക്കാനുള്ള സമീപനം എടുക്കുകയും എല്ലാം ചെയ്യുന്നൊരു സ്ഥലത്ത് ആരാണ് സാർ ആദ്യം പെൻഷൻ്റെ കാര്യം അദ്ദേഹം ആദ്യം പറഞ്ഞില്ല. പെൻഷൻ പരിഷ്കരണം 13 ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത്. ആ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് അന്നത്തെ UDF ഗവൺമെൻറ്റാണ്. UDF ഗവൺമെൻറ് ആണെന്ന് മാത്രമല്ല, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഈ പാട്ട് പാടുന്നതും കവിതയും മുദ്രാവാക്യവും. എനിക്ക് യാതൊരു സംശയമില്ല സാർ, NGO യൂണിയനും ജോയിൻറ്റ് കൗൺസിലും മറ്റ് സംഘടനകളും ഒക്കെ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുക അവരുടെ ആവശ്യമല്ലേ. അതേസമയം ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ തകർന്നു പോകുമെന്നുള്ള രാഷ്ട്രീയം അവർക്കറിയാം. പക്ഷേ ആ രാഷ്ട്രീയം അവർക്കറിയാം. അവർ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കും. പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് സംഘടനകൾ ഉന്നയിക്കേണ്ട പ്രശ്നമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്കറിയാം. ഇതിനകത്ത് വ്യത്യാസം എന്താ? ജീവനക്കാരെ കൊണ്ട് ഈ ഞാനൊന്ന് പറഞ്ഞു തീർത്തിട്ട് പറയാം സാർ, അല്ലെങ്കിൽ സമയം സമ്മതിക്കുന്നെങ്കിൽ ഞാൻ പറയാം സാർ. ഇവിടെ ഈ പങ്കാളിത്ത പെൻഷൻ വന്നപ്പോൾ പങ്കാളിത്ത പെൻഷൻ്റെ ന്യായീകരണത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അന്നത്തെ NGO അസോസിയേഷൻ്റെ പ്രസിഡന്റ് കോട്ടാത്തല മോഹൻ ഒരു പുസ്തകം ഇറക്കി. അതിൻ്റെ ആമുഖം എൻ്റെ ഉണ്ട്, വായിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് കേരളത്തിലെ ആയുസ് വർദ്ധിക്കുന്നത്, ആയുസ് വർദ്ധിക്കുമ്പോൾ പെൻഷൻ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പങ്കാളിത്ത പെൻഷൻ ആക്കണം, ഇതെല്ലാം പറഞ്ഞതുണ്ട്. ഇതിനൊക്കെ എതിരെയാണ് അന്നത്തെ സംഘടനകൾ സമരം ചെയ്തത്. ഇവിടെ ഞങ്ങൾ പറഞ്ഞു പെൻഷൻ്റെ കാര്യം എടുത്താൽ അഷ്വേർഡ് പെൻഷൻ വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് സംബന്ധിച്ച് ധനകാര്യമന്ത്രിയും നമ്മുടെ നിയമമന്ത്രിയും ചീഫ് സെക്രട്ടറി അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ക്യാബിനറ്റ് നിശ്ചയിച്ചു. ഞങ്ങളത് സംബന്ധിച്ചുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴും പ്രഖ്യാപിച്ച കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. ഞങ്ങളങ്ങോട്ട് കാര്യങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് അഷ്വേർഡ് പെൻഷൻ വേണമെന്നുള്ള അഭിപ്രായമാണുള്ളത്. അത് നേരത്തെ ഈ അസംബ്ലിയിൽ തന്നെ പറഞ്ഞതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമയം നിങ്ങൾക്കറിയാമല്ലോ. ചില സംസ്ഥാനങ്ങൾ, ഇപ്പോൾ രാജസ്ഥാൻ കോൺഗ്രസ് ആയിരുന്നു, അവർ പ്രഖ്യാപിച്ച സമയത്ത് നടപ്പിലാവില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ രാജസ്ഥാൻ കോൺഗ്രസ് മാറി BJP വന്നു. ഹിമാചൽ പ്രദേശിൽ അതുപോലെ പഞ്ചാബിൽ ഒക്കെ പങ്കാളിത്ത പെൻഷൻ്റെ കാര്യത്തിനകത്ത് മാറ്റും എന്ന് പറഞ്ഞെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ടില്ല. അവരുടെ നിയമം അനുസരിച്ചിട്ട് ആ കാര്യം അംഗീകരിക്കുന്നില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം ചർച്ച ചെയ്തിട്ട് അഷ്വേർഡ് പെൻഷൻ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു കാഴ്ചപ്പാടിലും ഞങ്ങൾക്ക് മാറ്റമില്ല. ഞങ്ങളത് ഭരണമിരിക്കുമ്പോൾ ഒന്ന് പറയുകയും പ്രതിപക്ഷമാകുമ്പോൾ അന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിഴുങ്ങിക്കൊണ്ട് ജനങ്ങളെയും തൊഴിലാളികളെയും ജീവനക്കാരെയും പറ്റിക്കാൻ അഭിപ്രായമെന്ന് പറയുന്ന ആളുകളല്ല ഞങ്ങൾ പ്രതിപക്ഷത്തുള്ളപ്പോഴും ഭരണപക്ഷത്തുള്ളപ്പോഴും എടുക്കുന്ന നിലപാടൊന്നു തന്നെയാണ്. ജീവനക്കാരുടെ കാര്യത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതാണ്. ജീവനക്കാരാണ് ഏറ്റവും വലിയ ബർഡൻ എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ജീവനക്കാരുണ്ടെങ്കിലേ, നല്ല ജീവനക്കാരും നല്ല സർവീസും ഉണ്ടെങ്കിലേ സംസ്ഥാനം നിൽക്കൂ. സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിനകത്ത് ഇവിടെ പറഞ്ഞില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കേരളം പോലെ ഇടതുപക്ഷം ഉണ്ടായിരുന്ന ബംഗാളും ത്രിപുരയും, ഞങ്ങളിപ്പോൾ അധികാരത്തിലില്ല. ബംഗാളിൽ ഏറ്റവും കൂടുതൽ പൊതു സ്കൂളുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് ബംഗാൾ. 20,000-ലധികം സ്കൂളുണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് വന്നതിന് ശേഷം അവിടുത്തെ ആകെയുള്ളതിൻ്റെ നല്ലൊരു ഭാഗം 8,500 സ്കൂൾ അടച്ചുപൂട്ടി 8,500 സ്കൂൾ അടച്ചുപൂട്ടിയെന്ന് പറഞ്ഞാൽ അത്രയും ജീവനക്കാരെ, അധ്യാപകരെ പിരിച്ചുവിട്ടു. കുട്ടികൾക്ക് സ്കൂളില്ല. ഇതാണ് ഇടതുപക്ഷം ഇല്ലാതെ വന്നാലുണ്ടാവുന്ന അവസ്ഥ. ചെറിയ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്തല്ലോ 5 വർഷത്തിനൊരിക്കൽ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും വന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയത്. 5 വർഷം കഴിഞ്ഞ് തുടർന്ന് രണ്ടാമതൊരു സർക്കാർ വന്നതുകൊണ്ടാണ് ഇന്ത്യയാകെ തകർത്തപ്പോൾ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഇവിടെ കൊടുത്ത പല ആനുകൂല്യങ്ങളും കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു കാര്യം മനസ്സിലായി, ഈ ആനുകൂല്യങ്ങൾ പലതും കൊടുക്കാൻ സമ്മതിക്കാൻ പാടില്ല. അതിൻ്റെ ഭാഗമായിട്ട് 57,000 കോടി രൂപയല്ലേ വെട്ടിക്കുറച്ചത്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. GST കോമ്പൻസേഷൻ മാത്രം 12,000 കോടി രൂപ. അതുപോലെ തന്നെ മറ്റ് നമുക്ക് തരേണ്ട ഡിവിസിബിൾ പൂളിൻ്റെ കണക്ക് നമുക്ക് ഒരു കാര്യം ഞാനിവിടെ നന്ദിയോടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 16ാം ധനകാര്യ കമ്മീഷൻ വന്ന സമയത്ത് നമ്മുടെ പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്തമായിട്ടുള്ള നിലപാടെടുത്തു എന്നാണ് എൻ്റെ അഭിപ്രായം.
കാരണം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. കേരളത്തിന് വലിയ തോതിൽ വെട്ടിക്കുറവ് വന്നിരിക്കുന്നു. കേരളത്തിന് ഭാവിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് കാലത്ത് കഴിഞ്ഞ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് കാലം കഴിഞ്ഞ് 16-ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ ഞങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ വിളിച്ചിരുന്നു. അവർ വന്നിട്ടും അവിടെ പറഞ്ഞു കേരളത്തിന് വലിയ തോതിലുള്ള വെട്ടിക്കുറവുണ്ട്. ആ വെട്ടിക്കുറവുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാരണം നമുക്കിപ്പോൾ ബാധിക്കുന്നില്ല സാർ. അത്രയും വെട്ടിക്കുറവ് വന്നതുകൊണ്ടാണ് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നത്. എന്നിട്ടും ഈ പറഞ്ഞ ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഇത് കൊടുത്തത് ഈ സർക്കാർ ആയതുകൊണ്ടാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ബംഗാളിലെയും ത്രിപുരയിലെ അനുഭവം നോക്കണം. ത്രിപുരയിൽ 1,59,000 സർക്കാർ ജീവനക്കാരുണ്ടായിരുന്നു. കഴിഞ്ഞ 7 വർഷമായിട്ട് അവിടെ BJP ആണ് സാർ. അവിടുത്തെ റിട്ടയർ ചെയ്ത 59,000-ലധികം വരുന്ന സർക്കാർ ജീവനക്കാർ, അധ്യാപകരും ജീവനക്കാരും അടക്കമുള്ള ആളുകളെ പകരം അവിടെ ആരെയും നിയമിച്ചിട്ടില്ല. ഇപ്പോൾ 90,000-90,000 ആളുകളുള്ളൂ. 59 ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് LDF പോയാലുണ്ടാവുന്ന അനുഭവം. ഇവിടുത്തെ ജീവനക്കാർക്ക് ഈ കാര്യം അറിയാം സാർ. LDF ആണ് സർക്കാർ ജീവനക്കാരുടെയും സംസ്ഥാനത്തിൻ്റെയും എല്ലാം ഗ്യാരണ്ടി, കൃഷിക്കാരൻ്റെയും കർഷക തൊഴിലാളികളുടെയും എല്ലാം ഗ്യാരണ്ടി LDF ആണ് എന്നറിയാം. കാരണം ത്രിപുരയിലെയും ബംഗാളിലെ അനുഭവം അതാണ് സാർ. ബംഗാളിൽ PSC വഴി കഴിഞ്ഞ 13 വർഷമായിട്ട് ആകെ 20,000-ലധികം ആളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളൂ സാർ. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പം ഞാൻ ബംഗാളും ത്രിപുരയും പറഞ്ഞ് മറ്റൊന്നും കൊണ്ടല്ല, ഇടതുപക്ഷം പോയാലുണ്ടാകുന്ന അനുഭവം മനസ്സിലാക്കാനാണ് സാർ. സാർ, ഈ DVSP പൂളിൽ നിന്ന് കഴിഞ്ഞ മാസം വന്ന കണക്കനുസരിച്ച് കേരളത്തിന് 2 മാസത്തെ DVSP പൂളിൻ്റെ പണം ഒരുമിച്ച് അനുവദിച്ചു. അപ്പോൾ BJP നേതാക്കന്മാർ പറഞ്ഞു, കണ്ടില്ലേ കേരളത്തിന് കുറേ പണം അധികം കൊടുത്തിട്ടുണ്ട്, ഇത് ഓരോ മാസവും കിട്ടേണ്ടതാണ്. സാർ, 2 മാസത്തെ കണക്കായിട്ട് കേരളത്തിന് കിട്ടിയ 3,330 കോടി രൂപയാണ് സാർ. ആസാമിന് 5,000-ലധികം കോടി രൂപ കിട്ടി. ഛത്തീസ്ഗഡിന് 6,000-ഓളം കോടി രൂപ കിട്ടി. ഒറീസയ്ക്ക് 7,800 കിട്ടി. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, നേരത്തെയുള്ള കണക്കുകൾ നോക്കിയാൽ 2-3 കമ്മീഷന് മുമ്പുള്ള കണക്ക് നോക്കിയാൽ ഛത്തീസ്ഗഡിനും ജാർഖണ്ഡിനും ആസാമിനും കേരളത്തിന് ഒരുപോലായിരുന്നു. അതിൻ്റെ നേരെ പകുതിയായിപ്പോൾ. ആ പകുതിയായിട്ടും നമ്മൾ ഈ കാര്യം ചെയ്തുകൊണ്ട് പോവുക സാർ. യാതൊരു സംശയവും വേണ്ട, സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ, നൽകേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുത്തു തന്നെ ഈ സർക്കാർ മുന്നോട്ട് പോകും സാർ. മറ്റൊന്ന് മെഡിസപ്പാണ്. മെഡിസപ്പ് സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. മെഡിസപ്പ് നിർത്തണമെന്ന അഭിപ്രായം ബഹുമാനപ്പെട്ട അംഗത്തിനും UDF-നും ഉണ്ടോ സാർ? മെഡിസപ്പ് എന്ന് പറയുന്ന സംവിധാനം 500 രൂപ വെച്ച് ഒരു ജീവനക്കാരുടെ നിന്ന് മേടിക്കും. 2 പേരുണ്ടെങ്കിൽ 2 പേരും കൊടുക്കണം, പെൻഷൻകാരും കൊടുക്കണം. സർവീസിലുള്ളവർക്കും പെൻഷൻകാർക്കും ഉള്ളൂ സാർ. ഒരു കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ അവരുടെ മക്കൾക്ക് 4 പേർക്ക് കിട്ടും സാർ. പെൻഷൻകാർക്ക് കിട്ടും സാർ. ആകെ നമ്മൾ കൊടുത്തത് ഒരു വർഷം 500 കോടി രൂപയാണ് കമ്പനിക്ക്. ഏകദേശം 700 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ 2,000 കോടിയോളമായി 3 വർഷമായപ്പോൾ. ആ മെഡിസപ്പ് സംവിധാനത്തിനകത്ത് സ്റ്റാർ ഇൻഷുറൻസിന് ഒരാൾക്ക് 50 വയസ്സുള്ള ഒരാൾക്കോ 55 വയസ്സുള്ള ഒരാൾക്കോ ചേരണമെങ്കിൽ, കുടുംബത്തിന് ചേരണമെങ്കിൽ 52,000 60,000 രൂപ കൊടുക്കേണ്ടടുത്ത് ഈ ചെറിയ തുക മാത്രം കൊടുക്കുന്ന ഈ ഒരു പെൻഷൻ പദ്ധതിയാണ് ഈ മെഡിസപ്പ് പദ്ധതി. ആ മെഡിസപ്പ് പദ്ധതി വേണ്ട എന്നാണ് അഭിപ്രായമെങ്കിൽ, UDF-ൻ്റെ അഭിപ്രായം ഇതൊരു കുറേയേറെ ആളുകൾക്ക് ഗുണം കിട്ടുന്നതാണ്, അത് വേണ്ട എന്നാണ് അഭിപ്രായമെങ്കിൽ നിങ്ങൾ പറയണം. എന്നാലും ആ മെഡിസപ്പ് കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ സമീപനം. ലോകത്താദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് ഇതുപോലൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് നടപ്പിലാക്കിയത് കേരളത്തിലാണ്. അതിനകത്ത് 3 ലക്ഷം രൂപ വരെ ഓരോരുത്തർക്ക് കിട്ടുന്നുണ്ട്. അതിനകത്ത് 101 വയസ്സുണ്ടായിരുന്ന ചിത്രൻ നമ്പൂതിരിപ്പാടാണ് ആദ്യമായിട്ട്. അദ്ദേഹത്തിന് എവിടെയും സാധാരണ ഇൻഷുറൻസ് കിട്ടും. അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം കേരളത്തിലൊരു സീനിയറായ ഉദ്യോഗസ്ഥനായിരുന്നു, എല്ലാവർക്കും അറിയുന്ന റെസ്പെക്റ്റഡ് ആയ ആളാണ്, തൃശ്ശൂരാണ്. അദ്ദേഹത്തിന് ഈ മെഡിസപ്പിൽ ചേരാനും മെഡിസപ്പ് ചികിത്സിക്കാനും കിട്ടി സാറെന്ന് ഞങ്ങൾ പറഞ്ഞു. 101 വയസ്സാക്ക് മെഡിസപ്പിൽ ചേരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഒരു ഇൻഷുറൻസിൽ ചേരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണോ? അത് നടപ്പിലാക്കിയ ഒരു സർക്കാരാണ്. അതിനകത്ത് ചില പോരായ്മകൾ ഇപ്പോഴും ഉണ്ട് പരിഹരിക്കാൻ. 101 വയസ്സിൽ ഹിമാലയം കയറിയ ആളാണ് എന്നുള്ള കാര്യം CM ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ ഉള്ള ആളുകളെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റി. നമ്മുടെ എല്ലാ മേഖലയിലും ജീവനക്കാരെ കുറയ്ക്കുന്നില്ല സാർ. ഇവിടെ അധ്യാപകർ മാത്രം 30,000-ലധികം ആളുകളെയാണ് ഈ സമയത്തെടുത്തത്. അപ്പോൾ അങ്ങനെ ജീവനക്കാരെ കുറയ്ക്കുന്നില്ല. ഇന്ത്യയിലാകെ ജീവനക്കാരെ പട്ടാളത്തിൽ പോലും കോൺട്രാക്റ്റ് ആക്കുന്നു, ഇവിടെ അത് ചെയ്യുന്നില്ല. മെഡിസപ്പ് പദ്ധതിയുണ്ട്, പെൻഷൻകാരുടെ കുടിശ്ശിക കൊടുക്കും, ബാക്കിയെല്ലാം കൊടുക്കും സാർ. ഇവിടെ ഇതെല്ലാം കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ളൊരു സർക്കാർ എന്ന നിലയിൽ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മളെ ശ്വാസം മുട്ടിക്കാനും നമ്മളെ ഇല്ലാതാക്കാനും വേണ്ടി ശ്രമിക്കുന്ന കാര്യമുണ്ട്. അത് നമ്മൾ കാണണം. ഞാനതുകൊണ്ട് ഇത്തരം ഒരു കാര്യത്തിനകത്ത് രാഷ്ട്രീയമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ട് നേരിടാനല്ല. പക്ഷേ ഞങ്ങളിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ റൂൾ 300 അനുസരിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടുതലും ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലും ചെയ്യും. സർക്കാർ ജീവനക്കാർക്ക് ഞങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പതാണ്. ഞങ്ങളീ പറഞ്ഞതും അതിൽ കൂടുതലും ചെയ്യുമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അത് ചെയ്യും. നേരത്തെയുള്ള ചരിത്രത്തിൽ ഇപ്പോൾ തൊട്ട് മുമ്പത്തെ ശമ്പള പരിഷ്കരണം തന്നെ DA 16% ഒരുമിച്ചാണ് കൂട്ടിച്ചേർത്തത്. അതിനും 22% ചേർത്തു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്ത കാര്യവും കൺഫ്യൂഷനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല,
സാർ ശമ്പള പരിഷ്കരണത്തിൻ്റെ 20,000 കോടി അധികം എടുത്തത് മാത്രമല്ല സാർ, KSRTCയുടെ കാര്യം മാത്രം പറയാം, മറ്റൊന്നും ഞാൻ പറയുന്നില്ല. KSRTCയിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് 5,700 പിന്നെ ഒന്നും രണ്ട് സർക്കാരിൻ്റെ സമയത്ത് 10,675 കോടിയാണ് സാർ കൊടുത്തത്. ഒന്നാം സർക്കാർ കൊടുത്തത് കൂടാതെ രണ്ടാം സർക്കാർ 3.5 വർഷം കൊണ്ട് കൊടുത്തത് 5,703 കോടിയാണ് സാർ. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാർ ആകെ നൽകിയത് 5 വർഷം കൊണ്ട് 1,483 കോടിയാണ് സാർ. ഇതുപോലെ KSRTC പോലെ ശമ്പള പരിഷ്കരണവും ശമ്പളവും നേരിട്ട് സർക്കാർ കൊടുക്കാനുള്ള ഒരു സ്ഥലമല്ല, ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ പോലും ചെയ്ത കാര്യം ഞാൻ പറഞ്ഞേ. അങ്ങനെ ഓരോ മേഖല എടുത്താലും കാണാം. ഇതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല, ഇത് അടച്ചുപൂട്ടിക്കോട്ടെ എന്ന സമീപനം മുൻ മുഖ്യമന്ത്രിമാരൊന്നും അവർ പലരും നമ്മുടെ കൂടെ ഇല്ല. അവർ പറഞ്ഞതിൻ്റെ കൊട്ടേഷനൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ. ഇതൊന്നും വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. എന്നാൽ സ്കൂളും കോളേജും അടച്ചിട്ടാൽ പിന്നെ കുറച്ച് ഇവിടെ വല്ല കുഴപ്പമുണ്ടാവുമോ? 150 ദിവസം ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് എന്തിനാ 365 ദിവസത്തെ ശമ്പളം കൊടുക്കുന്നതെന്ന് ചോദിച്ചാരാ? 2001 സമരത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയല്ലേ. 150 ദിവസം ജോലി ചെയ്യുന്നവർക്ക് എന്തിനാ അത്രയും കൊടുക്കുന്നത്? 200 ചില്ലാനും ദിവസം ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തിനാണ് മുഴുവൻ ശമ്പളവും കൊടുക്കുന്നത്? ഇതൊക്കെ ചോദിച്ചതിന് പത്രക്കട്ടിംഗ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. വെറുതെ അടിസ്ഥാനമില്ലാതൊരു കാര്യവും പറയുന്നതല്ല. ഇതിൻ്റെ എല്ലാം പത്രത്തിൽ വന്ന വാർത്തകളെല്ലാം ഉണ്ട്, എല്ലായിടത്തും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. അങ്ങനെ ചോദിച്ച അനുഭവം ഉണ്ടല്ലോ ഇവിടെ ഉള്ളതാണ്. പിന്നെ വലിയ സമരം കേരളത്തിലുണ്ടായതെന്നും ഇതെല്ലാം നിർത്തിവെക്കാൻ തീരുമാനിച്ചതും ശ്രീ A K ആന്റണിയുടെ സമയത്തും ശ്രീ K കരുണാകരൻ്റെ സമയത്തും ശ്രീ ഉമ്മൻചാണ്ടിയുടെ സമയത്തും ഉണ്ടായിട്ടുള്ള സമരങ്ങളും അന്നത്തെ കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സർക്കാർ ജീവനക്കാർക്ക് പണിയെടുക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതെയും ഈ സംസ്ഥാനത്തെ സർക്കാർ സംവിധാനം തകർത്തുകൊണ്ടും മുന്നോട്ട് പോകാമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിചാരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, അതിനധികവും ചെയ്യുക എന്നുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും, അതിലധികവും ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇവിടെ പ്രതിപക്ഷമായിരിക്കും വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ഭരണപക്ഷത്തേക്ക് വന്നാൽ ജനങ്ങളുടെ ആകെ താല്പര്യങ്ങൾ, ജീവനക്കാരുടെ താല്പര്യങ്ങൾ ഹനിക്കുകയും ചെയ്ത UDF-നെ ആട്ടിൻതോലിട്ട ചെന്നായാണെന്നൊക്കെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, സർക്കാർ ജീവനക്കാർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് സാർ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ല. സർക്കാർ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ജനങ്ങൾക്കൊപ്പം ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കി തന്നെ മുന്നോട്ട് പോകും സാർ. യെസ്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന് ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. ഇവിടെ നോട്ടീസ് നൽകിയ കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നൽകിയില്ല. ഹി വാസ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. അതായത് അദ്ദേഹത്തിന് അറിയാം യഥാർത്ഥ സബ്ജക്റ്റിലേക്ക് വരാതെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് യഥാർത്ഥ സബ്ജക്റ്റ് അദ്ദേഹം മാറ്റി നിർത്തി ആയിരുന്നു സത്യത്തിൽ. അത് കലാപരമായി കൗശലത്തോടു കൂടി അങ്ങ് ചെയ്തു, ഞാനത് സമ്മതിക്കുന്നു. സർ, ഇവിടെയുള്ള പ്രശ്നം എന്താണ്? ക്ഷാമബത്ത കുടിശ്ശിക 35,000 കോടി രൂപയാണ്. ലീവ് സറണ്ടർ 5 വർഷത്തേത് 24,500 കോടിയാണ്. പേ റിവിഷൻ കുടിശ്ശിക 5,500 കോടിയാണ്. 65,000 കോടി രൂപയാണ് കൊടുക്കേണ്ടത്. അതുകൂടാതെ ശമ്പള പരിഷ്കരണത്തിൽ സർവീസ് വെയിറ്റേജ് എടുത്തു കളഞ്ഞു. സർവീസ് വെയിറ്റേജ് ശമ്പള പരിഷ്കരണത്തിൻ്റെ ആത്മാവാണ്. അത് കളഞ്ഞപ്പോൾ കുറേ ലാഭം അതിൻ്റെ അകത്ത് കിട്ടി. പിന്നെ ഇവിടെ ശ്രീ വിശ്വനാഥ് സൂചിപ്പിച്ചതുപോലെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, HPA, ഒരുപാട് കാര്യങ്ങൾ എടുത്തു കളഞ്ഞു. ജീവനക്കാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ എടുത്തു കളഞ്ഞതും ഇപ്പം കൊടുക്കാതെ കയ്യിൽ വെച്ചിരിക്കുന്നതുമായിട്ട് ഏകദേശം 1,00,000 കോടി രൂപയുണ്ട്. ഈ 1,00,000 കോടി രൂപ കൊടുത്തിരുന്നുവെങ്കിൽ ശമ്പളം കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഈ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇത്രയും പണം കിട്ടിയിട്ടും എത്ര ദയനീയമാണ് എന്നാണ്. ഈ പണം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ കൊടുക്കാൻ, നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനുള്ള പണമാണിത്. നിങ്ങൾ കൊടുക്കാൻ എഗ്രിമെൻ്റാണ്, ധാരണയാണ്, കൊടുക്കേണ്ട പണമാണ്. കൊടുക്കാൻ നിങ്ങൾക്ക് ഒബ്ലിഗേഷനുള്ള, ലീഗൽ ഒബ്ലിഗേഷനുള്ള, സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനുള്ള പണം കൊടുക്കാതെ നിങ്ങൾ 1,00,000 കോടിയോളം രൂപ കയ്യിൽ വെച്ചിട്ടും നിങ്ങൾക്ക് ഒരു സാമ്പത്തിക പ്രശ്നമാണ് എന്ന് പറയുകയാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇവിടെ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സാധാരണ ഈ ഒരു 5 കൊല്ലം ഭരിക്കുന്ന ഒരു സർക്കാർ 10 ഗഡു DA ആണ് ജീവനക്കാർക്ക് അനുവദിക്കേണ്ടത്. 8.5 കൊല്ലം പൂർത്തിയാക്കിയ നിങ്ങളിപ്പോൾ 7 DA കുടിശ്ശികയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്
മാസശമ്പളത്തിൻ്റെ 5 വരും. UDF സർക്കാർ 11 ഗഡുവാണ് ക്ഷാമബത്ത കൊടുത്തത്. ഉമ്മൻചാണ്ടി സർക്കാർ ഒരെണ്ണം നിങ്ങൾ കൊടുക്കാത്തതും കൂടി കൂട്ടി, 10 ഞങ്ങളുടെയും ഒരെണ്ണം നിങ്ങൾ കൊടുക്കാത്തതും കൂടി കൂട്ടി കറക്റ്റായിട്ട് വെറുതെ അങ്ങ് പറയരുത്. 11 ഗഡു കൊടുത്തു ഉമ്മൻചാണ്ടി സർക്കാർ. ഇവിടെ കണക്കുണ്ട്. അന്ന് കൊടുത്തില്ല എന്ന് പറയുന്നത് ഏത് കണക്കനുസരിച്ചിട്ടാണ് അങ്ങ് പറയുന്നത്? പിന്നെ വിശ്വനാഥ് പറഞ്ഞ പോയിന്റ് എന്താ? 2001 AK ആന്റണിയുടെ ഭരണം വന്നു. എന്തായിരുന്നു സ്ഥിതി? നായനാർ ഭരണം അവസാനിക്കുമ്പോൾ ശ്രീ ശിവദാസ മേനോൻ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്നു. ഈ കേരളം കണ്ട, ഇപ്പോഴത്തെ അല്ല, അതുവരെ കണ്ട ഏറ്റവും ഗതികെട്ട സമയമായിരുന്നു സംസ്ഥാനത്തിൻ്റെത്. ഒരു നയാ പൈസ ഖജനാവിലില്ലാതെ പേയ്മെന്റ് ഇങ്ങനെ കിടക്കുകയാണ്. കോൺട്രാക്ടർമാർക്ക്, നാട്ടുകാർക്ക് കൊടുക്കാതെ ദയനീയമായ സാമ്പത്തിക സ്ഥിതി വന്നപ്പോൾ അന്നത്തെ AK ആന്റണി പറഞ്ഞതൊന്നുമല്ല, ആ ദേവളപത്രം ഇറക്കി സിറ്റുവേഷൻ ആളുകളോട് പറഞ്ഞ് ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മുണ്ടു മുറുക്കി കൊടുക്കണമെന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? ഇവിടെ അദ്ദേഹം വേറൊന്നും പറഞ്ഞില്ല, ഒന്ന് മുണ്ടു മുറുക്കി എടുക്കണം തൽക്കാലം. അപ്പോൾ എന്താ വെച്ചാൽ 20 ദിവസത്തെ ലീവ് സറണ്ടർ താൽക്കാലികമായി ഒന്ന് തടഞ്ഞു വെച്ചു. അപ്പം 32 ദിവസത്തെ സമരം നടത്തി. ഇപ്പം എത്രയാ? അന്ന് 20 ദിവസത്തെ ലീവ് സറണ്ടർ, ഇപ്പം 30 ദിവസത്തെ ലീവ് സറണ്ടർ. 5 കൊല്ലമായി തടഞ്ഞു വെച്ചിരിക്കുക. നിങ്ങളുടെ സർവീസ് സംഘടനകളൊക്കെ എവിടെ പോയി? എവിടെ പോയി സർവീസ് സംഘടനകളൊക്കെ? എവിടെ പോയി? അവർ സമരം ചെയ്താൽ തെറ്റാണോ? ഞാൻ ചോദിക്കട്ടെ, ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു, ഞങ്ങളാണ് അധികാരത്തിലിരിക്കുന്നത്, ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നു, 65,000 കോടി കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ സ്തുതിഗീതങ്ങൾ പാടിയ ഈ സംഘടന എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? നിങ്ങൾ എന്തുമായിരുന്നു ചെയ്യുമായിരുന്നത്? ഇത്രയും ഒരു സിറ്റുവേഷൻ സംസ്ഥാനത്തെ സർവീസ് ചരിത്രത്തിൽ ഇത്രമാത്രം പണം, ഇതിൻ്റെ 5 പണം കൊടുക്കാനുള്ള സ്ഥിതി ഒരു കാലത്തുണ്ടായിരുന്നു. ഇതിൻ്റെ 5 ഇത്രയല്ല, ഒരു കാലത്തും കേരളം ഭരിച്ച ഒരു ഗവൺമെൻറ്റും ഇതുപോലെ ജീവനക്കാർക്ക് ഇത്രയും പണം കൊടുക്കാതിരുന്നിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം, അത്രയും പണം കൊടുക്കാതിരുന്നിട്ടില്ല. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ 103 മാസമായി തുടരുന്ന ഈ ഭരണത്തിൽ 6 കൊല്ലമായി ഈ അവകാശങ്ങൾ നൽകിയിട്ടില്ല. ഇത്തരം അവകാശ നിഷേധത്തിലൂടെ പല റേഞ്ചിലുള്ള സാലറി സ്കെയിൽ ഉണ്ടല്ലോ. 2,18,310 രൂപ മുതൽ 25,09,356 വരെയാണ് ഒരാൾക്ക് നഷ്ടപ്പെട്ടത്. ഒരാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ശമ്പളം മുടങ്ങലിന് 2024 സാക്ഷിയായി. സർ, ക്ഷാമബത്ത എത്രയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്? 1,76,830 രൂപ മുതൽ 12,83,304 രൂപ വരെ കൊടുക്കുന്നില്ല. 19% വരുന്ന 6 ഗഡു DA ജീവനക്കാർക്ക് ഇപ്പോൾ കുടിശ്ശികയായി എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ കേസും എടുത്തു കഴിഞ്ഞാൽ ഫിറ്റ്മെന്റ് ബെനഫിറ്റിന്റെ കാര്യത്തിൽ ശമ്പള പരിഷ്കരണ കുടിശ്ശിക, അടുത്ത ശമ്പള കമ്മീഷൻ വെക്കാറായി, വെക്കേണ്ട സമയം കഴിഞ്ഞു. DUI മിണ്ടാട്ടയിൽ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അത് ഞാൻ ശ്രദ്ധിച്ചു. അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. ശമ്പള കമ്മീഷനെ കുറിച്ച് മിണ്ടിയില്ല. നേരത്തെ വെക്കേണ്ടായിരുന്നു ശമ്പള കമ്മീഷൻ വെക്കേണ്ട സമയം കഴിഞ്ഞു, റിപ്പോർട്ട് വരേണ്ട സമയമായി. ശമ്പള കമ്മീഷൻ ഇതെല്ലാം സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് വരേണ്ട സമയമായിട്ടും ശമ്പള കമ്മീഷനെ വെച്ചിട്ടില്ല. ശമ്പള കമ്മീഷനെ വെക്കും എന്നുള്ളൊരു വാക്ക് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞിട്ടില്ല. നിങ്ങൾ വെക്കില്ല എന്നാണ് അതിൽ നിന്ന് ഞങ്ങൾ അർത്ഥമാക്കുന്നത്. സർ, ഇത് ഇത്രയുള്ള പരിപാടി. ഈ മെഡിസെപ്പിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. മെഡിസെപ്പിനെ കുറിച്ച് പ്രതിപക്ഷം വ്യക്തമാക്കണം. മെഡിസെപ്പ് സർ എന്തൊരു പദ്ധതി! അതിനു മുമ്പ് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് കൊടുത്തിരുന്നതല്ലേ? അതിന് ഓൾട്ടർനേറ്റീവായിട്ട് നിങ്ങളൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നല്ലേ? സർ, സർക്കാരിൻ്റെ വാർഷിക ബജറ്റിൽ 240 കോടിയോളം രൂപ ഇതിനു മുമ്പ് വകയിരുത്തിയിരുന്നു. ഇത് ഒഴിവാക്കി. 5,664 രൂപ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടടുത്ത് 6,000 രൂപ ജീവനക്കാരിൽ നിന്ന് ഈടാക്കുക, 500 വെച്ചിട്ട് അല്ലേ? ഈ ഇനത്തിൽ 40 കോടി രൂപ അതിൽ നിന്ന് അടിച്ചു മാറ്റി സർക്കാർ, പ്രത്യേക ഫണ്ടാക്കി. ഈ മെഡിസെപ്പിൽ നിന്ന് 40 കോടി രൂപ, GST ഇനത്തിൽ അതിൽ നിന്നൊരു 42 കോടി രൂപ വേറെ അടിച്ചു മാറ്റി. മെഡിസെപ്പ് ഏർപ്പെടുത്തിയ വകയിൽ സർക്കാർ ഫലത്തിൽ ഈ മെഡിസെപ്പിൽ നിന്ന് 322 കോടി രൂപ സർക്കാരിന് നേട്ടമുണ്ടാക്കുന്ന പദ്ധതിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്.
ആ മെഡിസെപ്പിൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പാനൽ, ആശുപത്രികളിലെ പാനൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ സർക്കാർ ജീവനക്കാർ മുഴുവൻ നേത്ര രോഗികളാണോ സാർ? എല്ലാ ഈ ഹോസ്പിറ്റലാണ്. വലിയ 2-3 ആശുപത്രിയൊക്കെ ഉണ്ട്, വലിയ 2-3 ആശുപത്രി പാനലിൽ. പക്ഷെ അവിടുത്തെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഇല്ല. എത്രയോ ജീവനക്കാരാ, പെൻഷൻകാരാ കേരളത്തിൽ വിവിധ ആശുപത്രികളിൽ കിടന്നിട്ട് അവിടെ അവർക്ക് വരുന്ന ബില്ലിൻ്റെ 10-1 പോലും കൊടുക്കാൻ പറ്റാതെ വേറെ പണമുണ്ടാക്കി ഇറങ്ങിപ്പോകുന്നത്. കൊടുത്തിരുന്നൊരു ആനുകൂല്യമല്ലേ സാർ? എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തു പറയുന്നു മെഡിസെപ്പിനെ കുറിച്ച്? ഈ മെഡിസെപ്പ് വേണ്ട, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് ഇക്കാര്യത്തിൽ. ഈ മെഡിസെപ്പ് ഞങ്ങൾക്ക് വേണ്ട. അദ്ദേഹം വളരെ ഇതായിട്ടാണ് ഇതെല്ലാം ഒഴിവാക്കിയത്. പിന്നെ വേറെ സംസ്ഥാനങ്ങൾ, തൊട്ടടുത്ത സംസ്ഥാനം ഉണ്ടല്ലോ തമിഴ്നാട്, ഒരു മുഴുവൻ ഗഡുവും കൊടുത്തു ക്ഷാമബത്ത കുടിശ്ശിക. തൊട്ടപ്പുറത്ത് എന്തിനാ നമ്മൾ ത്രിപുരയിലേക്കും ഉഗാണ്ടയിലേക്കും പോകുന്നത്? ഞാൻ ഉഗാണ്ട വരെ പോകുമെന്ന് സംശയിച്ചിട്ടുണ്ട്. കാരണം ഒരു ഗ്ലോബൽ ആസ്പെക്റ്റിലാണ് ഈ കാശ് കൊടുക്കാത്തതിനെ പറ്റി ധനകാര്യമന്ത്രി സംസാരിച്ചത്. ഭാഗ്യത്തിൽ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഗവൺമെൻറ്റിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കൊടുക്കാനുള്ള പൈസ ഇത്രയാണ്, 65,000 കോടി രൂപ കൊടുക്കാൻ അവർക്ക് കിട്ടേണ്ട പൈസ എടുത്ത് കയ്യിൽ വെച്ചിട്ടാണ് ഈ ത്രിപുരയിൽ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. KSRTCയുടെ കാര്യം പറഞ്ഞു. എന്താ കുറ്റം പറഞ്ഞത്? അന്ന് നിങ്ങൾ 1400 കോടി കൊടുത്തിട്ടുള്ളൂ. ഞങ്ങൾ ശമ്പളം മുടക്കിയ അന്ന് 1400 കോടി മതി. സർക്കാരിൻ്റെ പൈസ അത്ര കൊടുത്താൽ മതി. KSRTC നന്നായി റൺ ചെയ്തു പോവാ. ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, ചെറിയ ഗ്യാപ്പ് ഈ ശമ്പളം കൊടുക്കാൻ. ആ ചെറിയ ഗ്യാപ്പ് അന്നത്തെ ഗവൺമെന്റ് കൃത്യമായി കൊടുക്കും. 1400 കോടി കൊടുക്കേണ്ടടുത്ത് വെറുതെ എന്തിനാ 14,000 കോടി കൊടുക്കണത്? അത്രേ കൊടുത്തുള്ളൂ. ഇനി ഈ ജീവനക്കാരുടെ എണ്ണം കുറയെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന കാലത്ത് 47,000 പേരാണ് ജീവനക്കാർ KSRTC. ഇപ്പം എത്രയോ പേരെയോ? 22,000 പേർ അല്ലേ? 22,000 പേർ. ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. ജീവനക്കാരുടെ എണ്ണം കുറച്ചു. എവിടെ? ത്രിപുരയില്ല. 159, 90 ഈ കേരളത്തിൽ KSRTC പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലേക്ക് KSRTC വരേണ്ട ആവശ്യമില്ല. 47,000 ജീവനക്കാരുണ്ടായിരുന്നത് 22,000 ജീവനക്കാരായി. 5,200 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കുഴപ്പമില്ല, നിങ്ങളെല്ലാം പറഞ്ഞത് ഇപ്പോഴത്തെ ആയതാണ്. ഇപ്പോൾ ഈ സ്ഥിതിയിലായതാണ്, എത്ര കൊല്ലം കൊണ്ടാക്കിയതാണ് ഈ സ്ഥിതി. എത്ര ഷെഡ്യൂള്? 12,000, 2,500 ഷെഡ്യൂള് അന്നുണ്ടായിരുന്ന ഷെഡ്യൂൾ. അങ്ങ് തന്നെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന സമയത്തുണ്ടായിരുന്ന ഷെഡ്യൂൾ ഇപ്പോൾ പോയി. ആ സാധനമൊക്കെ പോയി. നിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ എത്രയോ കോടി രൂപ ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 4,000 കോടി രൂപ ഇല്ലേ? ഇപ്പോൾ ഇന്ന് മന്ത്രി ഒരു മറുപടി പറഞ്ഞു റേഷൻ സമരത്തെക്കുറിച്ച്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മാറുമ്പോൾ കൊടുക്കില്ല എന്ന് പറയുന്നില്ല, എല്ലായിടത്തും കൊടുക്കാനാണ്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഇന്നത്തെ വാർത്ത എന്താ? ഒരാശുപത്രിയിലും മരുന്നില്ല, സ്റ്റെൻറ്റില്ല. കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് വ്യാപകമായി മരുന്ന് ക്ഷാമം. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എത്ര കോടി രൂപ കൊടുക്കാനുണ്ട്? നിങ്ങൾ KSEBയിൽ സ്ഥിതി എത്രയാ? ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ 1000 കോടി കടമായിരുന്നു. പ്ലീസ്, ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ 1000 കോടി രൂപ കടമായിരുന്നു. ഇപ്പം എത്രയാ കടം? 45,000 കോടി രൂപ. KSEBയുടെ കടമാണ്. KSEBയുടെ കടം. നിങ്ങൾ ഈ സംസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അന്നും പറഞ്ഞല്ലോ, ഞാൻ ഈ നിയമസഭയിൽ പറഞ്ഞു, പ്രതിപക്ഷത്തിൻ്റെ നിലപാട് കേന്ദ്ര സർക്കാരുമായിട്ട് ശരിയായ കാര്യങ്ങൾ, ഡെവല്യൂഷൻ ഓഫ് ടാക്സിൻ്റെ കാര്യം, ഞങ്ങൾ 10ാം ധനകാര്യ കമ്മീഷൻ കിട്ടിയിരുന്ന തുകയും ഈ 15ാം ധനകാര്യ കമ്മീഷൻ്റെ തുകയായിട്ടല്ല കമ്പയർ ചെയ്തത്. 14ാം ധനകാര്യ കമ്മീഷൻ്റെ 2.5-ൽ നിന്ന് 1.92 ആയിട്ട് കുറച്ചു. അത് തെറ്റാണ്. ഞങ്ങൾക്ക് കൂടുതൽ അർഹതയുണ്ട്. മാനദണ്ഡങ്ങൾ മാറ്റി നിശ്ചയിക്കണം. സർക്കാർ പറയുന്നതിനേക്കാൾ വീറോടുകൂടി ഞങ്ങൾ കേരളത്തിന് വേണ്ടി വാദിച്ചു. അങ്ങൊരു മുന വെച്ചൊരു വർത്തമാനം പറഞ്ഞു. അത് അടുത്ത ഗവൺമെൻറ് നിങ്ങൾ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നിങ്ങൾ അടുത്ത ഗവൺമെൻറ് മാറി വരും. ഞാനില്ല, അല്ല, ഒരു കുത്തുവാക്ക് പറഞ്ഞു, അത് സാരമില്ല. ഏത് ഗവൺമെൻറ് വന്നാലും ആരെങ്കിലും വരട്ടെ, ജനങ്ങൾ തീരുമാനിക്കണമായിരുന്നു. ഞാനതിന് അവകാശവാദമൊന്നും പറയുന്നില്ല. ഞാൻ അവകാശവാദം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനങ്ങൾ തീരുമാനിക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ ഈ സംസ്ഥാനത്തിന് വേണ്ടി വീറോടെ വാദിച്ചു. വീറോടെ ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ ഞാൻ തന്നെയാണ് പ്രസന്റേഷൻ നടത്തിയത്. ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ്. UDFൻ്റെ കക്ഷികളും എല്ലാവരും ആലോചിച്ച് ഞങ്ങൾ കോമൺ ആയിട്ടുള്ള വെച്ച് ഞങ്ങൾ നന്നായി അതിനുവേണ്ടി ഞങ്ങൾ ആർഗ്യൂ ചെയ്തു. അന്ന് പക്ഷേ ഈ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇപ്പോൾ ഒരു വർത്തമാനം പറഞ്ഞു, GST കോമ്പൻസേഷൻ കിട്ടേണ്ട 12,000 കോടി രൂപ കിട്ടിയില്ല. GST കോമ്പൻസേഷൻ
GST നിയമം പാസ്സാക്കിയതാരാ? പാർലമെന്റിന്റെ നിയമത്തിൽ എന്താ ഉള്ളത്? 5 കൊല്ലക്കാലത്തേക്ക് കോമ്പൻസേഷൻ കൊടുക്കും. 5 കൊല്ലം കോമ്പൻസേഷൻ കിട്ടിയല്ലോ കേരളത്തിന്. 1 രൂപ ബാക്കിയില്ലല്ലോ, കുടിശ്ശികയില്ലല്ലോ. ഇതെന്താ പറഞ്ഞത്? 6ാമത്തെ കൊല്ലവും കൂടി കിട്ടുമായിരുന്നുവെങ്കിൽ 12,000 കോടി രൂപ കിട്ടുമായിരുന്നു. ആരെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? 6ാമത്തെ കൊല്ലം ഇത് കിട്ടുമായിരുന്നു. പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിൽ 5 കൊല്ലമാണ് കോമ്പൻസേഷൻ. 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ 12,000 കോടി പോയേന്. ദയവീത് അങ്ങ് നിയമസഭയിൽ ഇത് പറയരുത്. ഈ പൊതുയോഗത്തിൽ പാർട്ടിയുടെ പൊതുസമ്മേളനത്തിലേക്ക് പാർട്ടിക്കാരെയോ പബ്ലിക്കിനെയൊക്കെ കബളിപ്പിക്കാൻ വേണ്ടി പറയാം, അങ്ങനത്തെ കൈയടിക്ക് വേണ്ടിയിട്ട് പറയാം. അതൊന്നുമല്ല. അപ്പൊ എന്താ പ്രശ്നം? റിയൽ ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് ആയിട്ടുള്ള നമ്മുടെ ആവശ്യവും നമ്മൾ ഈ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾ കോടതി പോയപ്പോൾ പറഞ്ഞില്ലല്ലോ, ഒന്നും പറഞ്ഞില്ല കോടതി പോയപ്പോൾ. ഞാൻ പറയുന്നത് ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ. രൂക്ഷമായ വിലക്കയറ്റമാണ് കേരളത്തിൽ. 5 കൊല്ലം മുമ്പ് വേണ്ട 2 വർഷം മുമ്പുണ്ടായിരുന്ന വില നിലവാരത്തിൽ 200% മുതൽ 300% വരെ വില വർധന ഉണ്ടായിട്ടുണ്ട്. 200 മുതൽ 300%. നോക്കിക്കോ, സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയോ. മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എല്ലാ ദിവസവും രാവിലെ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള വില നിലവാരത്തെക്കുറിച്ചുള്ള ഒരു ഫയൽ വരും എന്നാണ് എൻ്റെ അറിവ്. നോക്കിക്കോ, 200% മുതൽ 300% വരെയാണ് വിലവർധന ഉണ്ടായിരിക്കുന്നത്. എന്തിനാ DA കൊടുക്കണം? ആ വിലവർധന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട് ആളുകൾക്ക് ഇല്ലേ? സർക്കാർ ജീവനക്കാരാണെങ്കിലും സർക്കാർ ഓഫീസിലെ പ്യൂണാണെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും അവർക്കെല്ലാം അവരുടേതായ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്. അതാണല്ലോ സർക്കാർ ജോലി എന്നൊക്കെ പറയുന്നത്. അവർക്ക് വീട് വയ്ക്കാനുള്ള മറ്റേ ലോണിൻ്റെ പൈസ കൊടുക്കണം, കുട്ടികളെ പഠിപ്പിക്കാനുള്ള എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കണം, ചിലപ്പോൾ വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത്, അത് കൊടുക്കണം അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്. എന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട ആനുപാതികമായ ഈ പൈസ നിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്തത്. എന്നിട്ട് അതിനങ്ങ് യാതൊരു ന്യായീകരണവും വേണ്ട. ഇത് കൃത്യമായ സർക്കാർ ചെയ്തത്. എന്നിട്ട് അതിനങ്ങ് യാതൊരു ന്യായീകരണവും വേണ്ട. ഇത് കൃത്യമായ അവഗണനയാണ്, സർക്കാർ ജീവനക്കാരോടുള്ള അവഗണനയാണ് പൂർണ്ണമായി ചെയ്തിരിക്കുന്നത്. ഇത് എന്ന് നടപ്പാക്കും, എപ്പോൾ നടപ്പാക്കും എന്ന് യാതൊരു വിധത്തിലുള്ള ഒരു ഉറപ്പും സർക്കാർ നൽകുന്നില്ല. അപകടകരമായ നിലയിലേക്ക് ഇത് പോവുകയാണ് എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. സാർ, ഞാൻ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, നമുക്കിങ്ങനെ പഴയ രാജകൊട്ടാരങ്ങളിൽ വിദൂഷകരുണ്ടായിരുന്നു ധാരാളം. മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ വിദൂഷകരുടെ കാലം ഉണ്ടായിരുന്നു. അങ്ങ് ഇതിലൊന്നും വീഴരുത്. അങ്ങേ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ വാഴ്ത്തുപാട്ടുമായിട്ട് വരികയാണ്. അവര് തന്നെ വിലാപകാവ്യം രചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ജീവനക്കാരോടും പെൻഷൻകാരോടും അവരുടെ കുടുംബങ്ങളോടുമുള്ള പൂർണ്ണമായ അവഗണനയിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യുന്നു. ഞാൻ ജോയിന്റ് കൗൺസിൽ കൂടി ഇന്ന് സമരം ചെയ്യുന്നതുകൊണ്ട് വാക്കൗട്ടിൽ പങ്കെടുക്കാൻ CPI അംഗങ്ങളെ കൂടി ഞാൻ ക്ഷണിക്കുന്നു. സർ, രാഷ്ട്രീയമായ സമരമാണെങ്കിൽ അത് ഭരണകക്ഷിയെ എങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അങ്ങേക്കുണ്ട്. ഇത് രാഷ്ട്രീയമായ സമരമല്ല, ജീവനക്കാരുടെ പ്രശ്നം, അവർക്ക് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ സമരം എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് CPIയുടെ സംഘടന ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സർ, ആ കാര്യത്തിൽ തർക്കമില്ലല്ലോ. അല്ലെങ്കിൽ അവരെയെങ്കിലും ബോധ്യപ്പെടുത്താനും കഴിയണ്ടേ? സർ, ഗവൺമെൻറ്റിൻ്റെ സമീപനം ഇന്നിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇത്രേ കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടു കൂടി ഒരു സമീപനം എടുക്കണം. 2001 ഗവൺമെൻറ് വന്നപ്പോൾ അതിനു മുമ്പുള്ള ഗവൺമെൻറ് കാലത്ത് വലിയ സാമ്പത്തിക പരാധീനത ഉള്ള ഒരു സ്ഥിതിയായിരുന്നു. അന്ന് ഞങ്ങൾ ധവളപത്രം ഇറക്കി താൽക്കാലികമായി ലീവ് സറണ്ടർ ഒന്ന് നിർത്തിയപ്പോൾ എന്ത് വലിയ സമരമാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു 5 കൊല്ലം. ഇങ്ങനെയുള്ള ഒരുപാട്, ഞാനത് ഇനി ആവർത്തിക്കുന്നില്ല, വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുടിശ്ശിക ആയതൊക്കെ ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളും സംസ്ഥാനത്തിന് കൂടുതൽ കിട്ടണം എന്നുള്ള ഇപ്പോൾ വരാറ ധനകാര്യ കമ്മീഷന് മുമ്പിൽ നമ്മൾ ചെന്ന് പ്രസൻറ്റേഷൻ നടത്തുകയും ബാധിക്കുകയും ഒക്കെ ചെയ്തു തന്നെയാണ് കൂടുതൽ കിട്ടണം എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി ഒരുപാട് ക്രൈസിസ് ഉണ്ട്. KSRTCൻ്റെ പറഞ്ഞു എത്ര സർവീസ് കുറഞ്ഞു, എത്ര ജീവനക്കാർ കുറഞ്ഞു. പൊതുമേഖല പറഞ്ഞു. അപ്പോൾ സർ, പൊതുമേഖലയിൽ നമ്മുടെ കാലത്ത് ഇടയ്ക്കിടയ്ക്ക് അല്പാൽപമായി പണം കൊടുത്ത് ശമ്പളം മുടങ്ങാതെ നോക്കുമ്പോൾ ശമ്പള കുടിശ്ശിക എങ്ങാനും വന്ന വലിയ പ്രക്ഷോഭം നടത്തിയിരുന്ന
അന്നത്തെ പ്രതിപക്ഷം. ഇപ്പം എന്താ സ്ഥിതി സർ? ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എപ്പോഴെങ്കിലും മുടങ്ങുന്നതല്ല, ഒരു 2 മാസത്തെ ശമ്പളമെങ്കിലും ഒരു കൊല്ലം കിട്ടാനാണ് അവർ സമരം ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, സ്ഥിതിയിൽ വന്ന മാറ്റം അത്ര വലുതാണ്. KSRTCയുടെ കുടിശ്ശിക അത്ര വലുതാണ്. അതേ പ്രശ്നം ജീവനക്കാർക്കും ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വമ്പിച്ച കുടിശ്ശികയാണ്. ഞങ്ങളൊരു സമീപനവും മാറ്റിയിട്ടില്ല എന്നങ്ങ് പറയുന്നുണ്ട്. സമീപനം മാറ്റിയിട്ടില്ല, പ്രസംഗം പഴയത് തന്നെയാണ്, പ്രവൃത്തി പുതിയതാണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പം കൊടുക്കുന്നില്ല. പ്രസംഗമൊക്കെ ഇതൊക്കെ നല്ലതാണ്, ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കണം, പിന്നെ ഈ പറഞ്ഞതുപോലെ പെൻഷൻ പദ്ധതി കോൺട്രിബ്യൂട്ടറി പെൻഷൻ പറ്റൂല, മറ്റേ പെൻഷൻ തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൊടുക്കുന്നില്ല. വമ്പിച്ച കുടിശ്ശികയാണ്. ആ വമ്പിച്ച കുടിശ്ശികയുള്ള സ്ഥിതി അഡ്മിറ്റ് ചെയ്ത് ക്രൈസിസ് ഉണ്ട് എന്ന് പറഞ്ഞ് അതിനുള്ള പരിഹാരം തേടുക എന്നല്ലാതെ ഈ ഇന്ത്യക്ക് തന്നെ ഇപ്പോഴും ഞങ്ങളെ മാത്രമേ അതൊരു സർ അത് തന്നെ ഇതൊരു സൗജന്യമാണ് എന്നുള്ള പറയും പോലെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയെങ്കിലും കൊടുക്കുന്നത് ഞങ്ങളല്ലേ എന്നുള്ള സമീപനം സർ. അതുകൊണ്ട് തന്നെ ഇത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും മോശമായ ഒരു കണ്ടീഷനിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിഹാരം എന്താണെന്ന് വേറെ ആലോചിക്കണം. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഈ സമീപനത്തിൽ പ്രതിഷ്ഠിച്ച് ഞങ്ങളും വാക്കൗട്ട് നടത്തും. സർ, 65,000 കോടി രൂപയുടെ കുടിശ്ശികയുണ്ടെന്നുള്ളത് ഒന്ന് സമ്മതിച്ചുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ സന്നദ്ധമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട്. സർക്കാർ ജീവനക്കാരെ പൂർണ്ണമായും വഞ്ചിക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. വിവിധ ഇനങ്ങളിലായിട്ടുള്ള കുടിശ്ശിക 65,000 കോടിയോളം വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആ മേഖലയിലുള്ള വ്യക്തികൾ അനുഭവപ്പെടേണ്ടി വരുന്ന, കുടുംബങ്ങൾ അനുഭവപ്പെടേണ്ടി വരുന്ന ദുരിതം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇവിടെ വിവിധ സംഘടനകൾ, ജോയിൻറ്റ് കൗൺസിൽ അടക്കം സമരത്തിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. സാർ, ഈ മെഡിസെപ്പിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം വളരെ വ്യാപകമാണ്. നമുക്കൊക്കെ അറിയാം, എത്രയോ പരാതി അതിനെ സംബന്ധിച്ച് വരുന്നു. എൻലിസ്റ്റ് ചെയ്ത ആശുപത്രികളെ സംബന്ധിച്ചുള്ള പരാതി, തുക ലഭ്യമാവാത്തുള്ളതിനുള്ള പരാതി. അതുകൊണ്ട് തന്നെ മെഡിസെപ്പിനെ സംബന്ധിച്ച് അങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് പകരം സമഗ്രമായ മറ്റൊരു ഇൻഷുറൻസ് പദ്ധതി ലഭ്യമാക്കാൻ, കാരണം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് മെഡിസെപ്പ് എത്തുന്നില്ല എന്നത് വസ്തുതയാണ്. അത് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങ് ഇവിടെ നിന്ന് വെല്ലുവിളിച്ച് പ്രസംഗിച്ചതായിരിക്കാം. പക്ഷേ മെഡിസെപ്പിൻ്റെ പരാജയം വളരെ വലുതാണ്. അതിനെ സംബന്ധിച്ച് ധാരാളം പരാതികളും ഉയർന്നു വന്നുകൊണ്ടിരിക്കും. സോ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അങ്ങ് KSRTCയെ സംബന്ധിച്ച് പറഞ്ഞു. സോ KSRTCയുടെ അവസ്ഥയിൽ പല സർവീസുകൾ പോലും പുനരാരംഭിക്കാൻ കഴിയാത്ത നിലയിൽ നിൽക്കുകയാണ്. കോവിഡിന് ശേഷം ഒട്ടനവധി സർവീസുകൾ നിർത്തലാക്കിയത് പോലും പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാർ, ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വെച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ട്രാക്കോ കേബിൾ, ഇരുമ്പനം ട്രാക്കോ കേബിളിലെ ഒരു ജീവനക്കാരൻ ശമ്പളം ലഭിക്കാതെ നിന്ന് ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വന്നു ഈ കേരളത്തിൽ എന്നുള്ളതാണ്. അത് നിങ്ങളുടെ യൂണിയനിൽപ്പെട്ട ഒരു തൊഴിലാളിയാണ്. ഇതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ട്രാക്കോ കേബിൾ ഞാൻ എടുത്തു പറയുമ്പോൾ ഇതുപോലെ ഒട്ടനവധി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം വളരെ വലുതാണ്. വേറെ ഇതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഒരു കൃത്യമായ ഇടപെടൽ നടത്താനും സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാവണം. ചർച്ച ചെയ്യാത്തിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്യുന്നു.